അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, യേശയ്യ 55:3 എൻ്റെ അടുക്കൽ വന്ന് എന്നെ കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഒരാളുടെ അരികിൽ പോയി താമസിക്കുക, ഒരാളെ ചെന്ന് കണ്ട് സംഭാഷണം നടത്തുക, അതുവഴി എൻ്റെ മനസ്സിലുള്ള ആശയക്കുഴപ്പങ്ങൾ നീങ്ങിക്കിട്ടാനാകാം. ഒരു കാര്യത്തെക്കുറിച്ച് കുറേയും കൂടി പ്രകാശിതമായൊരു അറിവ് ലഭിക്കാനാകാം. ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുന്ന അധ്യാപകന് ഒരു വലിയ ലോങ് ഡേയ്സ് കോഴ്സിൽ പങ്കെടുത്ത് കേൾക്കാനാകില്ല എന്ന് വരികിലും ഒന്ന് ചെന്ന് അദ്ദേഹം പറയുന്നു കേട്ടാൽ മതി, എൻ്റെ ജീവിതം എങ്ങോട്ട് തിരിച്ചുവിടണമെന്ന് എനിക്ക് ഒരറിവ് ലഭിക്കും. എന്നാൽ ദൈവത്തെ സമീപിക്കുക, ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ദൈവത്തിലേക്ക് തിരിയുക, എന്നിട്ടോ അവിടുത്തെ വാക്കുകൾ കേൾക്കും. എന്താണ് അനന്തരഫലം? എൻ്റെ അടുക്കൽ വന്ന് എന്നെ കേട്ടാൽ നീ ജീവിക്കും. ആ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് കേട്ടതിൽ നിന്ന് ഞാൻ ഭ്രമിച്ചുപോയ എല്ലാ ദുർഘട വഴികളിൽ നിന്ന് തിരിച്ചു വന്നാൽ അത് പാപത്തിൻ്റെ ഇരുട്ടു വഴികളിൽ നിന്ന്, നിരാശയുടെ കൂരിരുട്ടുള്ള പാതകളിൽ നിന്ന്, പകയുടെ, വിദ്വേഷത്തിൻ്റെ, പകപോക്കാനുള്ള കൊതിയുടെ, മനസ്സിൻ്റെ പാടില്ലാത്ത ചില വഴികൾ സാത്താൻ തുറന്നിട്ട് തരും. അതിലൂടെ ഇങ്ങനെ പോയി ദൈവത്തിൽ നിന്ന് അകന്നകന്ന് ദൂരേക്ക് പോയി. അവിടെ കർത്താവ് വിളിച്ചിട്ട് പറയാം, എൻ്റെ അടുക്കിലേക്ക് വാ, എൻ്റെ അരികിലിരിക്കുക. സ്നേഹവും സാന്ത്വനവും രക്ഷയും നീ മധുരതരമായി അനുഭവിച്ചറിയ. അപ്പോൾ നീ എൻ്റെ അടുക്കൽ വന്ന് എന്നെ കേട്ടാൽ നീ ജീവിക്കും. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ, അത് സമൃദ്ധമായി ലഭിക്കണമെങ്കിൽ നല്ല ഇടയനായ എൻ്റെ ഇതിലേക്ക് വരുവിൻ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.